എടി അവളെവിടെ പോയിടി? എടി എന്താ അവിടെ നിക്കണ? ഇങ്ങനെ വാ. മോനും കൂടെ ഒന്ന് പോയാ മതി, എനിക്കൊന്ന് പോയി വരാൻ. ഒന്ന് വാടി പെണ്ണെ അവിടെ നിന്ന്. ഒരു കഷ്ടം. ചുമ്മാ സമയം കളയാനായിട്ട്. അതെ, ഇത് നടക്കണ കേസല്ല. എനിക്കിനി പറ്റത്തില്ല നടക്കാൻ. നിങ്ങൾ മൂന്നും കൂടി മാസം അടുത്ത് നടന്നിട്ട് ഞാൻ ഇത് ചുമന്നുകൊണ്ട് നടക്കാനോ? എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ. മര്യാദയ്ക്ക് അമ്മച്ചീനെ വിളിച്ചിട്ട് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. ടോർച്ച് ഫുൾ അമ്മച്ചിട്ട് എവിടുന്ന് ലൊക്കേഷൻ അയക്കാൻ പറയാനാ? എടി അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര നടക്കേണ്ടി വന്നേ. എങ്ങനെ? അല്ലാണ്ട് വാടക കുറച്ച് തരാന്ന് പറഞ്ഞോണ്ടല്ല ചേച്ചി ഞങ്ങളെ കൊണ്ട് നടക്കണേല്ലേ. അത് തന്നെയാണ്. ഒരു സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഏരിയയിൽ വരും തോന്നുന്നില്ല. നിങ്ങൾ ഏരിയ ശ്രദ്ധിച്ചാ വായി നോക്കാൻ ഒരു കോഴിക്കുഞ്ഞു പോലും ഇല്ല. ഇവളുടെ ഈ സ്വഭാവം കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നത്. അല്ലാതെ നീ ഏക്കേതാ പൂക്കേതെന്നറിയാതെ ആ തള്ളേ കയറി തല്ലിയിട്ടല്ല. പിന്നെ അല്ലാണ്ട് അപ്പൊ നമ്മളുടെ കിട്ടുന്നതിന്റെ കുളിമുറിൽ ഒളി നോക്കിയപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കയറി അങ്ങ് ഓവർ റിയാക്ട് ചെയ്യണോ ചെയ്യണ്ട? അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലുകൂടി ചാവും. എനിക്ക് വിശക്കണ്ട്, ഞാൻ വിശന്നും ചാവും. അതെ ഇതേ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പോയി അഡ്രസ്സ് ചോദിക്കാം. അവിടെ പോയി അലമ്പുണ്ടാക്കാണ്ട് അഡ്രസ്സ് ചോദിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം പ്ലീസ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ അടുത്ത് വല്ല കടയുണ്ടാവോ ചേട്ടാ? ഞങ്ങൾക്ക് ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നാ മതി. അല്ല ചേട്ടാ, പറഞ്ഞു തന്നാ മതി. കൊറേ നേരം നടക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ശരിയാ, ഞങ്ങൾ 4 പേരുണ്ട്. അത് പറ, ഇപ്പൊ ഞാൻ കൊഴഞ്ഞു പോയായിരുന്നു. ചേട്ടാ മിണ്ടാൻ നേരം ഞാൻ പറയാം. ചേട്ടാ ഞങ്ങളെ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ റൂംമേറ്റ്സ് അല്ലേ? അല്ല ആണ്, ആവണം, ആവും. ചേട്ടാ എന്താ സംഭവം എന്ന് വെച്ചാലേ, ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കിയില്ല, പുറത്തിറങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടെ വീട് അന്വേഷിച്ച് വന്നതാ. ഇവിടെ എവിടെയോ വന്നാ പറഞ്ഞത്, പക്ഷെ എവിടെയാന്നൊരു പിടിയും കിട്ടില്ല. അപ്പൊ ഇതൊന്ന് നോക്കി അഡ്രസ്സ് നോക്കി ഒന്ന് പറഞ്ഞുതരുമോ? ജാനമ്മ രഘുനാഥൻ, കൊട്ടാരത്തിൽ വീട്, പാതാളം. അത് ശരി. അപ്പൊ ഇവരെ തിരക്കാണ് ഇത്ര നേരം ഇവിടെ കിടന്നരഞ്ഞത്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല അവരെ കണ്ടുപിടിക്കാൻ. ഞാൻ എല്ലാ ദിവസവും കാണുന്നവരല്ലേ, നമ്മള് ഭയങ്കര പരിചയമല്ലേ, എനിക്കറിയാമല്ലോ. ആണോ ചേട്ടാ? അപ്പൊ വീട് എവിടെയാന്ന് പറഞ്ഞ അത് ഞാൻ പറഞ്ഞു തരത്തില്ല. അതെന്താ? അല്ല, അത് എന്താ പറഞ്ഞു തരാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു തരത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ പുള്ളിക്ക് വരെ കുഴപ്പമുണ്ടോ മോളെ? എടി, ഒരു കാര്യം ഞാൻ പറയട്ടെ. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇതൊരു ഐശ്വര്യമാണ്. വരെ പോലൊന്നുമല്ല, നീ നല്ല സൂപ്പർ. ചേട്ടനൊരു കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, പുള്ളി പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അതെ, ഒക്കെ എടുത്തേ. അതെ ഒരു എവിടെ പോവാ? അതല്ല ഇത്ര നേരം പറഞ്ഞത്, വീട് അന്വേഷിച്ച് വന്നാന്ന് ചേട്ടാ. വീട് വാടക വീട് അന്വേഷിച്ച് വന്നാണോ? നേരത്തെ പറയണ്ടേത്. എൻ്റെ കുഞ്ഞ് ഇത്രയും നല്ല വീടുള്ളപ്പോൾ വേറെ വീട് അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ആ, ഇവിടെ താമസിക്കുമോ? പിന്നെന്താ ഇവിടെ താമസിക്കും. നിങ്ങൾക്ക് നാട്ടിലൊക്കെ സുഖമായിട്ട് ഇവിടെ താമസിക്കും. വാടക ഒരു 5 പൈസ ഒന്നും വരുത്. ആ, വേറെ താമസിക്കും. അപ്പം വാടക വേണ്ട? വേണ്ടെന്നേ. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ്. ആയിക്കോട്ടെ.
നിർത്ത്. അയാളുടെ കാര്യം ഞാൻ ഏറ്റു. അയാൾ എന്തെങ്കിലും ചെയ്ത് നമ്മളെ ചൊറിയാൻ വന്ന അയാളുടെ തലടിച്ച് ഞാൻ തിരിക്കും. പിന്നെ അയാളുടെ ചുമരിലായിരിക്കും അയാളുടെ പടം. മതിയോ? ആണല്ലോ. മരുന്ന് ഞങ്ങൾ ആരാ മനസ്സിലായില്ല? നിങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് ഇറങ്ങുന്നല്ലോ. ആരാ? റൂം തരാൻ. റൂമാ? ആ റൂം തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ നടന്നു. അതെ, വരുന്നവർക്കും പോകുന്നവർക്കും ഇവിടെ റൂം കൊടുക്കാനായിട്ട് ഞാനിവിടെ മാട്ട ലോഡ്ജ് നടത്തുകയല്ല, വല്ല ബസ്റ്റാൻഡിലെങ്ങാനും പോയി തിരക്ക്. ഇത് മോളല്ലേ കുറച്ച് നേരത്തെ റൂം ചോദിച്ചു. എവിടെ പോയി കിടക്കരുത്? ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്നു അറിയാവോ? വാ തരാ. എന്തോ അന്തപ്പെട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലൊരു വീടാണ്. ഈ വീടിൻ്റെ ചില സ്ഥലങ്ങളുണ്ട്. ആ കാണുന്നുണ്ടത് അടച്ചിട്ടിരിക്കുന്ന മുറിയാണ്. ആ മുറിയാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നുണ്ടല്ലേ, അതാണ് അടുക്കള, കിച്ചൺ. പിന്നെ കുക്ക് ചെയ്യാനല്ലാതെ ഉണ്ടാക്കിയിട്ടിരിക്കാൻ ഫുട്ബോൾ കളിക്കാനാണത്. അതല്ല, ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. അത് നിങ്ങൾ കുക്ക് ചെയ്യണ്ട, അതിവിടെ ആളുണ്ട് വേറെ കുക്ക്. ഫുഡിന്റെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണ് ഇത്ര ചർച്ച. അടുത്തൊരു 7 ദിവസത്തെ ഫുഡ് ഉണ്ടല്ലോ, അതെൻ്റെ പേര്. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇനി അപ്പൊ ചേട്ടനീ പറഞ്ഞ റെസ്റ്റോറന്റ് ഇവിടെ? റെസ്റ്റോറൻറ്റ്? ഭക്ഷണം കഴിക്കാൻ പറയേ. റെസ്റ്റോറൻ്റ് ഇല്ല. ഇവിടെ തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട്, ഗണപതി അമ്പലം. ആ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. അവിടെ പോയാൽ നമുക്ക് അന്നദാനം കഴിക്കാം, കഞ്ഞിയും പൊഴുക്കും. അതിൻ്റെ ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല. കഞ്ഞിയും പൊഴുക്കും ഇഷ്ടംപോലെ കഴിക്കാം. അവരാരും കാണാതെ വേണം കഴിക്കാൻ. ഇത്രയും വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇയാള് വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ച്. റൂം എവിടെയാന്ന് പറ. അത് നിങ്ങൾക്കുള്ള റൂം മേളിൽ, താഴെ ഞങ്ങൾ താമസം. നിങ്ങൾ നേരെ മേളിൽ. ബാഗ് എടുത്തു, ബാഗ് എടുത്തു, ബാഗ് മനുഷ്യനെ കൊല്ലും. ബാഗ്. എന്താ കാണിക്കോളി? കൊറേ നേരമായിരുന്നു. വട്ടം വിടാൻ. വട്ടം വിടാൻ? വായിക്കൂടി ഇങ്ങനെ സീറ്റ് വെച്ച് വട്ടം വിടത്തില്ല. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. എന്റെ അമ്മാവന്റെ മറ്റേ സാധനം ഇല്ലേ, അതുകൂടെ എടുത്തു വെച്ചു. അത് പറഞ്ഞു പാടാ. എടാ അങ്ങേരുടെ അടുത്ത് മര്യാദയ്ക്ക് മോളാൻ പറയണം. എടാ നമുക്ക് എൻ്റെ അച്ഛൻ അറിഞ്ഞൂടെ? ആ മനുഷ്യൻ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് തിന്നേലും ഒന്നിരിക്കുകയായിരുന്നു. ഇയാൾ ഒരു ലോഡ് കഞ്ചാവ് കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ 4 ദിവസമായിട്ട് ഉറവ് തീരാത്ത കിണർ തേവിക്കൊണ്ടിരിക്കുന്നു. അമ്മ കഞ്ചാവ് വലിക്കുമ്പോൾ കുഴപ്പമുള്ളൂ, അല്ലാത്തപ്പോൾ നീറ്റാ. എന്റെ പൊന്നളിയാ പറയല്ലേ അതിനെപ്പറ്റി. അതെന്ത് വെളിയിലിറങ്ങി നടന്നാൽ ചിലപ്പോൾ ഫ്ലെക്സ് ആവും. നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിടും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലേ? അങ്ങനെ അമ്മ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, വെളി ഇറങ്ങിക്കല്ല് മര്യാദയ്ക്ക് വീട്ടിൽ ഞാൻ തിരിച്ചു വരുന്നതും വരെ സൈലൻ്റ് ആയി. അതുകൊണ്ട് ചെറിയ സമാധാനം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇനി ഇവിടെ നിന്ന് വളിച്ച് തമാശ ഒന്ന് അടിച്ച് നിങ്ങളുടെ കൂടെ സമയങ്ങൾ നേരമില്ല. ഞാൻ അമ്മ നോക്കട്ടെ. അടിപൊളി റൂം. അതേ കണ്ണാടിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യം. മാറുന്ന പിള്ളേരെ ചേച്ചി ഇത്തിരി നേരം വിശ്രമിക്കട്ടെ. അയ്യോ, ഹലോ. എടീ, നിനക്ക് ആ താഴത്തെ മാമനെ എന്തൊരു പെശക തോന്നിയില്ലേ? ചെറുതായിട്ട്. എനിക്ക് പക്ഷെ വലിയ പെശകൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. എന്റെ പൊന്നുമോള് വന്നപ്പത്തിന്റെ എന്റെ പുന്നാര ചേട്ടനാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്ക് റൂം കിട്ടണം, അത്രയല്ലേ വേണ്ടുള്ളൂ. അത് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. എടി പിന്നുണ്ടല്ലോ, പാഡ് ഞാൻ എടുക്കാൻ മറന്നുപോയി. നിന്റെ കയ്യിലും ഉണ്ടോ? എന്റെ ഇല്ലടി. നമുക്ക് വൈകുന്നേരം അങ്ങനെ പുറത്തു പോയി വാങ്ങാം. നീ വരില്ലേ? ഞാനും വരാം. അപ്പളേ നമുക്ക് ഇവിടെ അടുത്ത് വല്ല കടയുണ്ടെങ്കിൽ കുറച്ച് സ്നാക്സും വാങ്ങി വെക്കാം. പെട്ടെന്നൊന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഒരാഴ്ചത്തേക്കുള്ളത് അങ്ങോട്ട് വാങ്ങി വെച്ച് ഇടയ്ക്കിടയ്ക്ക് പോകണ്ട. ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം മൂത്തിട്ട് എന്നോട് വരാന്ന് പറഞ്ഞത് ഇതായിരുന്നു. ഞാൻ വാങ്ങണേന്ന് കൈയിട്ട് വാരി തിന്നാനായിട്ട് വായെല്ലാം. അപ്പൊ പറഞ്ഞുതരാം ഞാൻ. ഇവിടെ ബാത്റൂം എവിടെ? കുറെ നേരമായി. എന്നിട്ട് മണ്ടൻ്റെ വീട്ടിൽ നിന്ന് പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഇല്ലില്ല, അയാള് കുഴപ്പമില്ല. ഹലോ 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 ഹലോ, കേക്കടാ, പറ. ഹലോ. ആരാ? എന്താ മനസ്സിലായില്ല?
ഇല്ല, മനസ്സിലായില്ല. ആരും മനസ്സിലായില്ല. ഇല്ലെന്ന്. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഓണർ ഉണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി. ഞാൻ അത്ര ബിസിയാ. താഴത്തെ ഓണറെടുത്ത് പോയി പറയണോ മുകളിലത്തെ ഓണറെടുത്ത് പോയി പറയണമെന്ന് ഈ ഓണർ തീരുമാനിക്കും. അയ്യോ ചേട്ടനോ? എടാ ഒരു മിനിറ്റ്. ചേട്ടാ, ചേട്ടന് എന്ത് പറ്റി? അത് വേറൊന്നുമില്ല. രാവിലെ ഞാൻ ഒരു സാധനം. എന്ത് സാധനം? You mean ganja? Oh my god. അമ്പോ, രാവിലെ കണ്ട ഭാഗവതരല്ലേ ഈ ഫ്രീക്കറെ നിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബ്രോ പൊളിയാന്ന്. ഇത് വെറുതെ ചെത്തിപ്പൊളി വച്ചാൻ. ബ്രോ മച്ചാ. ഹായ് ബേബി. അയ്യോ ചേട്ടാ. എന്താടെ വെളിയിലൊന്നും പോയില്ലെന്ന് തോന്നുന്നില്ലേ? ഭാഗ്യം, അകത്തെങ്ങാണ്ടുണ്ട്. മോ മാവേ മോ വിളിച്ചിരി ചല്ലിപ്പെടുത്തണ്ട. ഞാൻ പോയി കുറച്ചേരം കിടന്നുറങ്ങട്ടെ. ഭാഗ്യം നാശമൊന്നും കാണിച്ചു വെച്ചിട്ടില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുച്ഛം പരിദാസമായിട്ട് നടന്നവളാ. ഇൻസ്റ്റഗ്രാമിൽ കയറി നമ്മുടെ ഫോട്ടോ കണ്ടപ്പോൾ വരച്ച് കയറി. പിന്നെ ഞാൻ വളയ്ക്കൊടി. അതിന് മുമ്പ് ഒരു കുളി കുളിക്കാം. ദൈവമേ, ഒരു കുളി കുളിച്ചിട്ട് വരട്ടെ. ഓ ഉത്തരേ, നിന്നെ ഞാൻ വളയ്ക്കുമടി മോളെ, നിന്നെ ഞാൻ വളയ്ക്കും. പെണ്ണ്, നീ എന്തിനാ എന്റെ കക്കൂസിനെ വന്നിരുന്നത്? ഇത് എന്റെ റൂമാണ്. ഇതോ നിന്റെ റൂമോ? ഗാദേ, എടി അതാരാ? ഇവിടെ ഒരു മാങ്ങാന്റെ മുറ തുണിയിലാണ് നിക്കണു. ഒന്ന് ഓടി വന്നേ. വേറെ കൊണ്ടുപോകും. ഗാദേ, കളി